പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷെ നിങ്ങൾക്കും അതറിയാം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ പേരിൽ, ഒരു പ്രൈവറ്റ് ബസ്സിലുണ്ടായിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ വീഡിയോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ദീപക് എന്ന പേരുള്ള ഒരു പാവം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കാരണക്കാരിയായിട്ടുള്ള ഷിംജിത എന്ന പേരുള്ള ഒരു സ്ത്രീ, അവർ പയ്യന്നൂരിലേക്കുള്ള ഒരു യാത്രയിൽ അവരും ഈ ദീപക്കിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദീപക് ഇവരുടെ അടുത്ത് ഷിംജിതയോട് അപമര്യാദയായി പെരുമാറി എന്നതിൻ്റെ പേരിൽ അവർ സ്വന്തം ഫോൺ ഉപയോഗിച്ച് ഈ ഒരു വീഡിയോ പകർത്തുകയും, പക്ഷെ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടായിട്ടുണ്ടാവില്ല, അത്രയും അത് സമൂഹ മാധ്യമങ്ങളിൽ കിടന്നു ഓടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയല്ലാത്തതിൻ്റെ ഒരു വിഷമത്തിൽ, അപമാനം കൊണ്ട് ദീപകിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഷിംജിതയ്ക്ക് എന്ത് കിട്ടി? ഷിംജിത എന്താണ് ഉദ്ദേശിച്ചത്? ആൾക്ക് റീച്ചാണ് ഉദ്ദേശിച്ചത്. ആളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ളത് വാസ്തവമാണ്. ആൾ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ? എന്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടൻ്റാക്കി, അല്ലെങ്കിൽ റീച്ച് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ പ്രൈവറ്റ് ബസ്സിൽ കയറി ഒരു ക്യാമറ എടുത്തു, ആൾ നമ്മളോട് മര്യാദയില്ലാതെ പെരുമാറി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഷിംജിത എടുത്ത ആ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇപ്പോൾ ഈ ഒരു മലയാളികളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഷിംജിതയാണല്ലോ സത്യം പറഞ്ഞാൽ കയറി ചെന്ന് കൊടുക്കുന്നത്. വാസ്തവത്തിൽ ഷിംജിതയാണ് ചെന്ന് മുട്ടാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഷിംജിതയാണ്. പക്ഷേ ഷിംജിത പറയുന്ന ഒരു ന്യായീകരണം, ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് എതിരായിട്ട് ആൾ നമ്മളതിനെ ബാഡ് ടച്ചിന് വന്നു, മുൻപിൽ തൊട്ട് മുന്നേ നിന്നിരുന്ന ഒരു പെൺകുട്ടിക്കും ഇതേ സമാന അവസ്ഥയുണ്ടായി, ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനും വീണ്ടും പ്രതികരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സെൽഫി മോഡിലിട്ട് ക്യാമറ വെച്ച് ഞാൻ വീഡിയോ എടുത്തു, ഞാനത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ന്യായം വെച്ച് നോക്കുമ്പോൾ, ശരിക്കും നമ്മൾ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഇത് ശരിക്കും ഷിംജിത ചെന്ന് കയറി കൊടുത്ത് എന്നെ തൊട്ടോളൂ എന്ന് പറയുന്ന രീതിയിൽ ചെന്ന് മുട്ടി കൊടുക്കുന്ന പോലെയുണ്ട്. പക്ഷെ അയാൾ ഇത് ഇവർ പറയുന്നുണ്ട്, ഞാനത് കണ്ടിട്ട്, ഞാൻ വീഡിയോ എടുക്കുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, ദീപക് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷിംജിത വീഡിയോ എടുക്കുമ്പോഴോ അയാൾ അതിലേക്ക് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഒന്നല്ലെങ്കിൽ അയാളുടെ കൈ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബസ്സല്ലേ, പ്രൈവറ്റ് ബസ്സല്ലേ, ബസ്സാണെന്നുണ്ടെങ്കിലും ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര ഒരു തിങ്ങി നിറഞ്ഞ് പോകുന്ന ചിലപ്പോൾ ഉള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോഴല്ല മിക്കവാറും. പക്ഷെ അങ്ങനെ ആയിക്കൂടെ? ഒരു നേരം അയാൾ ബാലൻസ് കിട്ടാതെ ജസ്റ്റ് ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ആയം കൊണ്ട് ചിലപ്പോൾ ആയതാവും, ജസ്റ്റ് ഒരു മൂവേ ഉള്ളൂ, ആയിക്കൂടെ? പക്ഷെ ഷിംജിതയ്ക്ക് നീങ്ങി നിൽക്കായിരുന്നില്ലേ? പക്ഷെ അത് ആണ് മാത്രം വിചാരിച്ചതുകൊണ്ടല്ലല്ലോ, ഒരു പെണ്ണ് വിചാരിക്കുമ്പോഴും അവിടെ നടക്കുന്നില്ല. ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്ന് കൊടുത്ത പോലെയായില്ലേ അത്? ഷിംജിതയ്ക്ക് നീങ്ങി നിന്നിട്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു, അയാളുടെ ഒരു ജീവൻ പോവുമായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ ഷിംജിതയ്ക്ക് പോലുള്ള ലേഡീസിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടികൾ ഉപയോഗിക്കൂ. ബസ്സാകുമ്പോൾ തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കില്ലേ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ, വലിയ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഈ ഒരു കാര്യം. ഇത് ഇത്രയും നിസ്സാരമാക്കേണ്ട ഒരു കാര്യത്തിനടുത്ത് അത് പബ്ലിക്കലി വലിച്ചിട്ട് കൊടുത്ത് ആ ഒരു മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞത് ഷിംജിതയല്ലേ? നിങ്ങളെപ്പോലുള്ള സ്ത്രീകളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു. അതുമാത്രമല്ല, ശരിക്കും നിയമപാലകർ ചെയ്യേണ്ട കർത്തവ്യം, ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിമാറിയില്ലേ ഇപ്പോൾ? ശരിക്കും ഇതിനൊരു നിയമവശാൽ പോവുകയായിരുന്നെങ്കിൽ ഇതൊന്നും നിയമത്തിലെത്തിക്കേണ്ട ഒരു കാര്യമില്ല. നിയമപാലകർ അവരുടെ ധർമ്മം നിർവഹിക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിമാറിയിരിക്കുന്നു. പക്ഷേ ഈ ഷിംജിത പോലുള്ളവർ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ അപമാനം സഹിക്കാതെ രക്ഷപ്പെട്ടേനെ. ഇതൊക്കെ എന്തുകൊണ്ട് സ്ത്രീകൾ ചിന്തിക്കുന്നില്ല? നമ്മളുടെ വീട്ടിലുണ്ട് പുരുഷന്മാർ, സ്ത്രീകൾക്ക് മാത്രം സുരക്ഷ എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
പുരുഷന്മാർക്കും വേണ്ടേ? അവരവരുടെ നിരപരാധിത്വം എങ്ങനെ അവർക്ക് വെളിപ്പെടുത്താനാവും? അവരെങ്ങനെ അത് തെളിയിക്കും? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, കുറച്ച് പേര് സ്ത്രീകൾ, യൂട്യൂബേഴ്സാണ് കേട്ടോ അധികം, യൂട്യൂബിലുള്ള ആൾക്കാരാണ്. കാരണം ബാക്കിയുള്ള ആൾക്കാർ ഒരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഇട്ടു, പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നാളെ ഒരു സ്ത്രീ വന്ന് അവർക്ക് ഇതിലും കൂടുതലൊരു ദുരനുഭവം ഏൽക്കേണ്ടി വരുമ്പോൾ പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്യും? ആൾക്കാർ വിശ്വസിക്കുമോ? ഇമാതിരിയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് സോഷ്യൽ മീഡിയയിൽ അത് വരുത്തി ഒരുത്തൻ്റെ ജീവൻ വരെ കളഞ്ഞു വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ നാളെ ഒരു സ്ത്രീ ഇതിനെതിരെ സ്വന്തം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അവർക്കുണ്ടായ ഏറ്റവും വലിയൊരു ദുരനുഭവത്തിന് വേണ്ടിയിട്ട് നാളെ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ആര് വിശ്വസിക്കും? ഇനി നമ്മുടെ ഷിംജിതയ്ക്ക് എന്ത് കിട്ടി ഇതിലൂടെ? ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തതിലൂടെ ഷിംജിതയ്ക്ക് എന്ത് കിട്ടി? അപ്പോൾ ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദീപകിൻ്റെ ദുരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പോയ നഷ്ടം ദീപകിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അപ്പോൾ അവർക്കും എത്രയും പെട്ടെന്ന് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സങ്കടം ഒതുക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങ് അവിടെ ഉണ്ടാവട്ടെ. പിന്നെന്താ, ഇതുപോലുള്ള ഷിംജിതമാർ കാരണം കൊണ്ട് നാട്ടിലെ പുരുഷന്മാർ ബുദ്ധിമുട്ടാതിരിക്കട്ടെ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ, അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആയി മാറിയിരിക്കുന്നു. അവരും ഇതുപോലൊരു ഫോണും കൈ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയോ സ്ത്രീകളുടെ പൊയ്മുഖം താഴെ അഴിഞ്ഞു വീണിട്ടുണ്ടാവും. ഇല്ലേ? സത്യമല്ലേ? അപ്പോൾ എന്തായാലും നിയമം എന്നൊന്നുണ്ടെങ്കിൽ ഷിംജിതയ്ക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവട്ടെ. അതുമാത്രമല്ല, ഷിംജിതയെ പോലുള്ള സ്ത്രീകൾ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കട്ടെ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബേഴ്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ യൂട്യൂബേഴ്സ് അടക്കമുള്ള ചെറിയൊരു ചാനൽ പോലും സ്വന്തമായിട്ടുള്ളവർ ഈ ഒരു പ്രശ്നത്തിനെതിരെ ചെറുതായിട്ടെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടെങ്കിലും നിങ്ങളുടെ പ്രതിഷേധം ഒന്ന് അറിയിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അത്രത്തോളം വിഷമത്തോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.